ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് സൺഡേ അല്ലേ, ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞു വന്ന് ഇച്ചിരം കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സുണ്ടല്ലേ നൈറ്റി വെട്ടുവാണോ. അപ്പോൾ ആ ഡ്രസ്സ് ആദ്യം എനിക്ക് തന്നെ വേണ്ടേ ഈ ടൈപ്പിലുള്ള ഇത് പ്യുവർ കോട്ടനാണ്. എനിക്ക് ഇതേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഇതിൻ്റെ കഴുത്തിൻ്റെ എനിക്ക് ഇങ്ങോട്ട് കഴുത്ത് തണ്ടി ഇങ്ങനെ കയറിയിരിക്കുക ഇങ്ങനെ. അതുകൊണ്ട് ഞാനിത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് അന്നേരം റീച്ചാൻ ആ തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പം കൊടുത്താൽ അവർ കോട്ടനാണെന്ന് പറഞ്ഞ് ഇച്ചിരി മിക്സഡുള്ള പ്യുവർ കോട്ടൺ അല്ല കൊടുത്തു വിട്ടത്. എനിക്കത് പറ്റത്തില്ല. വെറുതെ പൈസ കൊടുത്തിട്ട് ഇച്ചിരി നേരം എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ചൂട് കൂടുതലാണ് ശരീരത്തിന്. അപ്പം അത് ഞാനും ഇന്ന് പോയിട്ട് അവിടുത്തെ പറഞ്ഞേ. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് നേരത്തെ തന്ന എൻ്റെ ഈ റെഡ് നൈറ്റി ഉണ്ടല്ലോ, സെയിം ഇതിൻ്റെ അളവാ അതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതും കൊണ്ട് പോയ ഉടനെ അവർ തന്നെ അളന്ന് നോക്കിയോണ്ടേ ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇത് ചെറുതാണ്, പക്ഷേ അളവ് അത് തന്നെ അവർ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴല്ലേ മനസ്സിലാവും. അപ്പോൾ അവർ എനിക്ക് ഈ ഒരെണ്ണം തന്നിട്ട് ഞാൻ പറയാം എനിക്ക് ഈ തുണിയിൽ തന്നെ മതി, മറ്റേത് വേണ്ട. പിന്നെ അതുമല്ല നിങ്ങൾ തന്നതിൽ ഒരെണ്ണം വലിയതല്ലായിരുന്നു, അത് ഞാൻ പറയില്ല XXL അല്ലായിരുന്നു. അപ്പോൾ അവർ ആയിരുന്നോ. അപ്പോൾ എന്തോ അതിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. അവരൊന്ന് കഴുകുമ്പോൾ ഇതങ്ങ്, പക്ഷെ ഞാൻ അളന്ന് നോക്കിയുണ്ടോ എന്തോ അതുപോലൊക്കെ അളവിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് കഴുകി അത് വലുതാവും നോക്കുന്നത്. അങ്ങനെ ഒരെണ്ണം ഞാൻ കൊണ്ടുവന്ന് നോക്കട്ടെ, എന്നിട്ട് ഫോൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഇട്ടല്ല സാറ്റർഡേ ഇട്ടതിൽ ഞാൻ പറഞ്ഞു പപ്പടത്തിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് കഴിഞ്ഞിട്ട് 2 പേര് പറഞ്ഞാണ് പപ്പടത്തിൻ്റെ, അതായത് നമ്മുടെ ആലീസും ജയ വെറൈറ്റി. അപ്പം ജയാസും പറഞ്ഞായിരുന്നു, ആലീസ് പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ നള്ളി എന്ന് പറയും, നാടാന്നാണ് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പറയും, നള്ളി എന്നും പറയും. അതാ ആലീസ് പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനന്ന് 6:30 വീഡിയോ എഡിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് 6:30 കഴിഞ്ഞുള്ള കമൻസുകളായിരുന്നു അവരുടെ 2 പേരുടെയും. പിന്നെ സൺഡേലത്തെ വീഡിയോയിൽ മിക്ക ആൾക്കാരും പപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. ഇപ്പം മണി 9 ഞാനും റേജനോടെ പോയിട്ട് അപ്പം ഞാൻ ആ തുണി ഞാൻ പറഞ്ഞില്ലേ ഞാനത് കോട്ടൺ ആയിരിക്കും, ഞാനത് 2-3 പേരെ കാണിച്ചു. എന്നാൽ അവരെല്ലാം പറഞ്ഞത് പ്യുവർ കോട്ടൺ അല്ല വിജി, മിക്സഡ് ഇടാ. അതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഞാൻ റീച്ചാൻ്റെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പറയും ഇത് കോട്ടനാന്ന് പറഞ്ഞ് റീച്ചാനും എന്നോട് പറഞ്ഞു ഇത് കോട്ടനാ കഴുകുമ്പോൾ അത് ശരിയാകുമെന്ന്. ഇവിടെ വരുന്ന തൂത്തു അടയ്ക്കാൻ വരുന്ന ആ പെങ്കൊച്ചും പറഞ്ഞ് ആൻറ്റി ഇതാ കോട്ടനാ കഴുകുമ്പോൾ അങ്ങ് മാറുമെന്ന്. എന്തോ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ അകത്ത് ഇതെനിക്കൊരു കുഴപ്പമില്ല, ഇത് നല്ല കോട്ടൺ. ഞാൻ പറയും ഇതിലുള്ള തന്നെ എനിക്ക് മതിയെന്ന്. അങ്ങനെ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ചർച്ചിലുള്ള വേറൊരു ഫാമിലിയിൽ നിന്നൊക്കെ പോകണമായിരുന്നു എനിക്ക്. അവിടെ ഒന്ന് കയറിയിട്ട് അതുവഴി പോയി വന്നോണ്ട് ഇത്രയും സമയമായി. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം എല്ലാം യാത്രയായിരുന്നു. ഓക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പുട്ട്. കുറച്ച് പഴം കൂടുതൽ, പാളയംകോടൻ പഴം കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ അല്ലാത്ത പഴമുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് പാളയംകോടൻ പഴം ഞാൻ പറഞ്ഞില്ല ഇവിടെ പിള്ളേരും 2 പേര് കഴിക്കത്ര, ഞാനും അപ്പച്ചനും മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതും ഉണ്ടായിരുന്നു കുറച്ച്. അന്നേരം റീച്ചാൽ ഓർക്കാതെ വൈകിട്ട് അല്ലാത്ത സാധാ പഴം കൊണ്ടുവന്നു. അപ്പം ഞാൻ ചിന്തിച്ച് ഇതെല്ലാം കൊണ്ടിരുന്ന് മറ്റേ പഴമാണ്, പാളയംകോടൻ 2 ദിവസം കൊണ്ട് അത് ഇരിക്കും, മറ്റേതാണെങ്കിൽ പെട്ടെന്ന് പഴുത്ത് വെറുതെ എടുത്ത് കളയേണ്ടി വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചിന്തിച്ച് ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കും, അല്ലാതെ ചോറിട്ട് അരയ്ക്കും. ഇട്ട് പുട്ടെന്ന് വെച്ചാൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1 കപ്പ് നമ്മൾ ഈ തലേന്നത്തെ ചോറങ്ങാനും ബാക്കി കാണുമല്ലോ, അത് എടുത്ത് മിക്സിയിൽ ഇങ്ങനെ പൾസ് ചെയ്ത് എടുക്കും. ഇത് ഇന്നിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ആട്ട എടുത്ത് ചപ്പാത്തിയേക്കായി കുറച്ചുകൂടെ ലൂസാക്കി, നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലല്ല, അതിനൊക്കെ ഇച്ചിരി കട്ടി കുറച്ചിട്ട് ലൂസ് കുറച്ചിട്ട് ഒന്നാക്കിയിട്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അങ്ങാണ് ഇങ്ങനെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തത്. വലുതിൽ എനിക്കങ്ങോട്ട് ഒത്തിരി അങ്ങനെ പൾസ് ചെയ്തെടുക്കാൻ ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒത്തിരി ലൂസാക്കിയ ആട്ട ഞാൻ 1 ടേബിൾ സ്പൂൺ ഇടും. എന്നിട്ട് ഡ്രൈ ആട്ട അതുപോലെ കുറച്ചിടും. അതിനൊന്നൊരു കണക്കില്ല, നമ്മളിത് ഇത്രയും ഇട്ടിട്ടൊന്ന് പൾസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇച്ചിരി മാവ് അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ലൂസായ ആട്ട ഇട്ട് കൊടുക്കണം. അതേസമയം മാവ് അങ്ങ് കുഴഞ്ഞതുപോലെ ഇരിക്കുവാണെങ്കിൽ
ഡ്രൈ പൗഡർ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ പുട്ടിനെങ്ങനെ നനയ്ക്കുന്നതെന്നുള്ളത്. ആ പരുവത്തിൽ ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ ഡ്രൈയും ലൂസായ ആട്ടയും കൂടെ ഇട്ട് ഇങ്ങനെ പൾസ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ കുറേയും കൂടെ നല്ലതാണ്. അതേസമയം നിങ്ങൾ ജോലിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ പ്രൊസീജിയർ രാത്രി ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവിയും വരും, നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചായയൊന്നും ഉണ്ടാക്കിയില്ല. ആദ്യം ഇതങ്ങ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യുക, ഒരു പുട്ടുകൂടെ അങ്ങ് അടപ്പത്ത് വെച്ചിട്ട് ചായയൊക്കെ ഇടാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ തേങ്ങ പോളിൽ അതൊന്നും അത്ര തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അതേസമയം റീച്ചാന് പഴം അങ്ങനെ കൂട്ടി കഴിക്കുന്നതിനേക്കായി പുട്ടിൻ്റെ ഒരു 3 സൈഡിലും അവസാനവും ഇടയ്ക്കും എല്ലാം കൂടെ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്ത് അങ്ങനെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. പുട്ടെന്നാലും അവർക്കൊന്നും അത്ര താല്പര്യമില്ല. പിന്നെ ഈ പഴം ഇങ്ങനെ കളയേണ്ടതെന്ന് പറഞ്ഞ് ഞാനങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പോൾ പോളിന് ഈ പഴത്തിനേക്കാൾ ഇഷ്ടം കടലക്കറിയോ മുട്ടക്കറിയോ അങ്ങനെയൊക്കെ ആ പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് അവനിഷ്ടം. അവൻ ഓരോ പ്രത്യേക സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുത്തി അങ്ങോട്ട് എടുക്കാനും ഈ പുട്ട് കുത്തുമ്പോൾ ഒരിത്തിരി നല്ല വാക്കായിട്ട് കുത്തിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അതങ്ങ് സ്പീഡിൽ കുത്തി ഉടനെ അതങ്ങ് പൊട്ടിപ്പോയി. കാരണം ധൃതിയിലങ്ങ് കുത്തിയിട്ടതാണ്. പോളിന് പെട്ടെന്ന് ക്ലാസ്സിന് പോകണമായിരുന്നു. പിന്നെ അവന് കൊടുത്ത് അവൻ പറഞ്ഞ് പൊടിഞ്ഞത് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, എടാ അങ്ങ് കഴിക്കടാ, ഇനി സമയമില്ലല്ലോ എന്ന്. ഞാൻ ചായ പോലും കുടിക്കാൻ വിട്ടുപോയി. പിന്നെ ഇവനെ എടുത്ത് കൊടുത്തതിന് ശേഷം ചായ എടുക്കാമെന്ന് വെച്ച്. പ്രൈസൻ എഴുന്നേറ്റ് സൗണ്ട് കേട്ട് ഞാൻ പിന്നെ നോക്കിയാൽ പ്രൈസനെ കാണുന്നില്ല. അടുക്കളയിലും വന്നില്ല, ഫ്രണ്ട് റൂമിലും ഇല്ല. പിന്നെ ഞാൻ നോക്കിയോണ്ടെങ്കിൽ വീണ്ടും കിടന്നോന്ന് അറിയാനായിട്ട് നോക്കിയോണ്ടെങ്കിൽ ഇവിടെ നിന്ന് കട്ടിലിൻ്റെ മണ്ടേ കയറി നിന്ന് ഷീറ്റ് മടക്കുക. അപ്പോൾ ആദ്യത്തെ സംഭവം അവനങ്ങനെ ചെയ്യാറില്ല. അന്നേരം ഞാൻ വന്ന് ഇച്ചിരി വീഡിയോ എടുത്തതാണ്. അവൻ്റെ രീതിയിൽ ചെയ്യുക, അവന് പറ്റുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ചിന്തിച്ചെന്ന് അവനോട് പറഞ്ഞ് നീ ചെയ്യണ്ടാന്ന്. പിന്നെ അവൻ തന്നെ അത് ചെയ്തിട്ട് അടങ്ങത്തുള്ളൂ. ഞാൻ ചിന്തിച്ചെന്ന് ചെയ്തോട്ടെ, പിന്നെ നമുക്ക് കറക്റ്റ് വിരിച്ച് മടക്കിയെടുക്കാമെന്ന് വെച്ച്. ഇതിലേക്കൂടെ പിടിക്കുന്നത് വേണ്ട, നീ ഇടണ്ട, അത് വലിയ ഇതായോണ്ട് പൊക്കത്തില്ല എനിക്ക്. അവിടെ ഇട്ടേരെ. അന്നേരം ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ കൂടുതലും ഈ പിള്ളേർ വീട്ടിലുള്ള സമയത്ത് മുട്ടക്കറി അങ്ങ് വെക്കും. അങ്ങനെ ആകുമ്പം ചപ്പാത്തി ആണെങ്കിൽ ഇവർക്ക് അവർ മനസ്സോടെ കഴിച്ചോളും. മുട്ടക്കറി ആണെങ്കിൽ പ്രൈസന് പിന്നെ ചോറിനങ്ങനെ ചില കൂട്ടാൻ അവനങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ മുട്ടക്കറി ഉണ്ടെങ്കിൽ ചപ്പാത്തി കഴിച്ചോളും. മുട്ടക്കറിയുടെ മുട്ട വേണം അവന്. ഗ്രേവി ആയിട്ട് കൊടുത്താൽ അവൻ അത്ര സമാധാനം വരത്തില്ല. അപ്പം ഞാനിന്ന് നമുക്ക് സവാളയൊക്കെ ഇപ്പോൾ വില കൂടുതലല്ലേ, അപ്പം ഗ്രേവിയും വേണം, എന്നാട്ട് സവാളയും വില ആയതുകൊണ്ട് ഞാനിന്നൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ചിലർക്കൊക്കെ പ്രയോജനപ്പെടും. ചിലർ സവാള തന്നെ വേണമെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഇട്ട് നമ്മൾ ചെയ്തിട്ടും ഇവിടെ ആർക്കും മനസ്സിലായില്ല ഇതിൻ്റെ അകത്ത് ഇന്നതാ ഇട്ടേന്ന്. നല്ലൊരു പ്രത്യേക ടേസ്റ്റ്, എന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തിക്കോടുകൂടിയ ഗ്രേവിയും കിട്ടി. അപ്പോൾ രാത്രി ഇങ്ങനെ കഴിച്ചാൽ വന്നു കഴിഞ്ഞ് കിടക്കാൻ സമയത്ത് ഞാൻ ചോദിച്ചു, ഇന്നത്തെ മുട്ടക്കറി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ ചേർത്തായിരുന്നു. അപ്പോൾ ഇന്നത് ചേർത്തെന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെന്ന്. അപ്പം ഞാൻ ആദ്യം സവാളയൊക്കെ ഇട്ട് വഴറ്റി, പിന്നെ ടൊമാറ്റോ ഇട്ട് വഴറ്റി, നമ്മൾ സെയിം ചെയ്യുന്നത് പോലെ. പിന്നെ ഞാൻ എന്തുവന്നാലും എനിക്കിത്തിരി തോരൻ വെക്കണമായിരുന്നു. കുറച്ച് കാബേജ് അരിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 2 കൈപ്പിടി കാബേജിന് ഒത്തിരി വഴരണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിയുടെയൊക്കെ കൂടെ ഇടാഞ്ഞത്. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നതിന് ശേഷം പിന്നെ കാബേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയല്ലേ. അപ്പോൾ കാബേജ് കൂടി ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കാബേജ് ഒന്ന് വഴറ്റിയത്. പക്ഷേ മുട്ടക്കറിക്കേ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നിനും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഇത്തിരി സവാള, ഇപ്പം ഞാൻ ഇത്രയും കാബേജ് ഇട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2-3 സവാളയുടെയും കൂടെ നമുക്ക് ഗ്രേവി കിട്ടും.
അപ്പോൾ ഇതിപ്പോൾ നന്നായി എല്ലാം കൂടെ ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ അത് കാബേജ് അരിയുമ്പോഴും ഒത്തിരി പൊടിയായിട്ട് അരിയണ്ട, ഒരിച്ചിരി നീളത്തിൽ അരിയണം. അപ്പോൾ സവാളയും നമ്മളങ്ങനല്ലേ അരിയുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിടക്കും. എന്നിട്ട് ഇതിലേക്ക് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല എല്ലാം കൂടി ഇട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം പോകണം വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, ഒരു 2-3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. നാളെ മീരാ റോഡിൽ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ സവാളയ്ക്കൊക്കെ വില കൂടിയ സമയത്ത് ഇതുപോലെ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സവാള കുറച്ചിട്ട് അതിന് പകരം ഇങ്ങനെ കാബേജ് ചേർത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വലിയൊരു കാബേജ് കൊണ്ടുവന്നു, അത് പക്ഷേ പൊങ്ങ് പോലുള്ള കാബേജായിരുന്നെന്നുള്ളത്. അതാണ് ഞാനിപ്പോൾ ഇതിന് ചേർത്തത്. അപ്പോൾ ഇന്ന് തോരൻ വെക്കാനും ഞാൻ കാബേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതിലൂടെ അങ്ങ് ചേർത്തേക്കാന്ന്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചൊക്കെ വെച്ചേ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന്, ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട്. പിന്നെ കുറച്ച് ഞാൻ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചായിരുന്നില്ല, അതിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളം. അപ്പം അതിനെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇതിന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ടകൾ ഇട്ട് കൊടുത്താൽ മതി. സത്യമാണ് ഞാൻ പറയുന്നത്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2-3 ദിവസത്തെ മുമ്പിട്ട് ഇവിടെ മുംബൈയിൽ നല്ല ചൂടായിരുന്നു. ഇന്നെന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഇന്നിപ്പം ഡിമാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബൈക്കിൽ വന്നുകൊണ്ടേ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ, നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ വെക്കുന്ന ഉടനെ ഇത്തിരി എരിവ് കൂടുതലോ അല്ലെങ്കിൽ മസാലയുടെ ഒരു കുത്തലോ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറി ഒരു വെറൈറ്റി, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഈ മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ഇച്ചിരി നേരം ചെറിയ തീരൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് വരുവാകുന്നുണ്ട്. ഇപ്പം എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കങ്ങ് തീ ഓഫാക്കാം. ഇനി തണുക്കുമ്പോൾ ഒരു ഇച്ചിരിയും കൂടെ കുറുകും കേട്ടോ. ഇതാള് ഞാൻ മുട്ടക്കറി വെച്ചെണ്ണ എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, മുട്ടക്കറി ഇച്ചിരി ലൂസായിപ്പോയി ഇല്ലേ. ഇവിടെ മുട്ടക്കറി ഇത്തിരി ലൂസ്, ഇതിപ്പം തിക്കായിട്ട് വേണമെങ്കിലും അവന്മാർക്ക് ഇന്നിപ്പോൾ ഇച്ചിരി ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ നന്നായിട്ട് ചാറ് വേണം ഈ പിള്ളേർക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോഴേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൂസാക്കുന്നതാണ്. പക്ഷേ എനിക്കെന്ന് പറയുന്നത് നന്നായിട്ട് പെരണ്ട് ആ ഒരു സ്പൂൺ നമ്മുടെ ഉള്ളിയുടെ ആ മസാല ഉണ്ടെങ്കിൽ എനിക്ക് ചപ്പാത്തി കഴിക്കാം, ഞാൻ അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ കത്തില്ല, ഇവർക്കൊക്കെ കറിയിൽ കുതിർത്ത് മുക്കി കഴിക്കണം, അതാണ് ഇവരുടെ ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാബേജ് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉള്ളിയും സവാളയും എല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഇതധികം വെള്ളം ഇറങ്ങുന്ന കാബേജല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഉപ്പങ്ങ് ചേർക്കുന്നുണ്ട്. അതേസമയം വെള്ളം ഇറങ്ങുന്ന കാബേജ് ആണെങ്കിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ട് നന്നായി ഇളക്കിയിട്ട് ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷമേ ഉപ്പിട്ട് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അതൊന്ന് കുഴയാൻ ചില സമയത്ത് കുഴഞ്ഞായിരിക്കും വരുന്നത്, എപ്പോഴും അങ്ങ് പെർഫെക്റ്റ് വരണമെന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കട്ടെ. അപ്പോൾ കാബേജ് വെച്ചിട്ട് ഞാൻ ഇന്നലത്തെ ഇച്ചിരി കറികളൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കാബേജ് കൂടെ വെച്ചാൽ മതിയെന്ന് ചിന്തിച്ചു. പിന്നെ ചിന്തിച്ച് കുറച്ച് ദിവസമായി ഇത്തിരി മത്തി അന്നത്തെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അത് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ അതിന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി വറുത്താൽ മതി. അതപ്പോൾ ഒന്ന് വറുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, പക്ഷേ മറ്റേ കാബേജ് ഇത് ഒത്തിരി അങ്ങ് കുറയും കേട്ടോ, കാരണം ഇത് പൂ പോലെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ കാബേജൊക്കെ ഞാനിങ്ങനെ അടച്ചിട്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുണ്ടെങ്കിൽ അതങ്ങ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് മത്തി വറുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ കാബേജ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് വീണ്ടും മത്തി ഉണ്ടാക്കാൻ നേരം ചാരുവാക്കാമെന്ന് വെച്ച് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഇത്തിരി ഒന്ന് സിം ചെയ്തൊക്കെ വെച്ചിട്ട് നോക്കിയോണ്ടേ ഓണല്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അത് എടുക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഈ സൂം ചെയ്തിട്ട് ചില സമയത്ത് നമ്മളത് ഓണാക്കിയിട്ടുണ്ടെന്നാണ്, അതുകൊണ്ടാണ് ഈ വരുന്ന ചില സമയത്തുള്ള പ്രശ്നം. അങ്ങനെ പിന്നെ മീനൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ഇത്തിരി പുട്ടിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതെടുത്ത് രാത്രി പാളയംകുടം പഴവും ഇരിപ്പുണ്ട്. ഇപ്പം പാളയംകുടം പഴം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കെല്ലാം ഇതും കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ
വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.